ഷാബു പ്രസാദ്, ഈ GST നടപ്പിലാക്കിയപ്പോൾ തൊട്ട് പ്രതിപക്ഷം അത് പറയുന്നുണ്ട്, വലിയ ഭാരമാണ് ഇത്, സാധാരണക്കാർക്ക് വലിയ ഭാരമായി മാറുകയാണ് എന്ന് പറയുന്നു. അതിൽ തിരുത്തേണ്ട കാര്യമുണ്ട്. GST 2.0 കൊണ്ടുവരണം എന്ന് കോൺഗ്രസ് പ്രകടന പത്രികകളിൽ പലതവണ പറയുകയും ചെയ്തതാണ്. അതിനെല്ലാം ശേഷം ഇപ്പോൾ ഇങ്ങനെ നികുതി കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നത് ഒരു രാഷ്ട്രീയ തിരിച്ചടിയല്ലേ? അതൊരു വലിയ നേട്ടമാണ്, നിർണായക ഘട്ടത്തിലേക്കാണ് രാജ്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ GST വരുന്നതെന്ന് 2017 അതായത് രാജ്യം സ്വതന്ത്ര ഭാരതത്തിന് 60 വർഷം കഴിഞ്ഞതിന് ശേഷം, 70 വർഷമായതിനു ശേഷം വന്നതാണ്. അതായത് 70 കൊല്ലം ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു നികുതി ഘടനയുണ്ടായിരുന്നു. ആ ഘടന പൂർണ്ണമായും ഉടച്ചു വാർത്തുകൊണ്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരു സിസ്റ്റം ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ചില ടീത്തിങ് എറേഴ്സ് ഒക്കെ ഉണ്ടാകും, പരിഷ്കരണങ്ങൾ ഉണ്ടാകും. ഇതിപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ 2.0 എന്നുള്ള ഇറങ്ങി ഇതിപ്പം വലിയൊരു മാറ്റമാണിത്. പക്ഷേ ഓരോ ഘട്ടത്തിലും ഓരോ പ്രാവശ്യവും GST കൗൺസിൽ കൂടിക്കൊണ്ടിരിക്കുമ്പം ചില സ്ലാബുകളിൽ മാറ്റമില്ല, പക്ഷേ ചില പ്രോഡക്റ്റുകൾ ഒരു സ്ലാബിൽ നിന്ന് മറ്റേ സ്ലാബിലേക്ക് കയറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയും ഇങ്ങനെ പല എക്സർസൈസുകളും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്ന നാളെ മുതൽ നടപ്പാകാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞാൽ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നല്ല മാറുക. ഒരു കാര്യം കൊണ്ട് നടപ്പാക്കി അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ പഠിച്ച് അങ്ങനെയാണ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇത് ഇപ്പൊ GSTയെ സംബന്ധിച്ചിടത്തോളം ഈ 7 വർഷം 8 വർഷം കൊണ്ടുണ്ടായി ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ചേഞ്ചാണത്, വളരെ വലിയൊരു ചേഞ്ചാണത്. കാര്യം ഇത്ര സ്പീഡിൽ ഇതുപോലൊരു സിസ്റ്റം ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അത് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കഴിയുന്നില്ല, ഇനിയും പരിഷ്കരണങ്ങൾ ഉണ്ടാകും, ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ പരിഷ്കരണങ്ങൾ. ഈ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണത്? അത് നിരന്തരം ഓരോ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈ പരിഷ്കരണം എന്ന് പറയുന്നത്. പിന്നെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലാതെ വേറെന്ത് പറയാൻ പറ്റും? ഇത് വളരെ നന്നായി, ഇത് സാധാരണക്കാരന് വളരെ ഗുണമുള്ള കാര്യമാണ് എന്നവർക്ക് പറയാൻ പറ്റുമോ? അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷത്തിന് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് പരാജയമാണ്, യൂട്ടേണാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. ഇതിന്റെ ഗുണം എന്താണ് എന്നുള്ളതൊക്കെ വളരെ ആധികാരികമായിട്ട് മാഡത്തിനെ പോലുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനതിനെ പറ്റിയൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ വശത്തേക്ക് തന്നെ താങ്കൾ പറയുന്ന പോലെ ഇതെല്ലാം പഠിച്ചാണ് മുന്നോട്ട് വരേണ്ടത്. എല്ലാ സർക്കാരുകളും എല്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെ. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക, അതിനുശേഷം വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് തിരുത്തുക, എന്നിട്ട് അത് നേട്ടമായി ആഘോഷിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് ഈ 2005 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യപുരോഗമന സർക്കാർ GST ഔദ്യോഗികമായിട്ട് അവതരിപ്പിക്കുകയും 2011 അത് പ്രണബ് മുഖർജി ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെ BJP എതിർക്കുകയും അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി തന്നെ അന്ന് അത് എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് തന്നെ കർഷകർക്ക് നികുതി ഏർപ്പെടുത്തിയ സമയത്തും പ്രതിപക്ഷം വിമർശിക്കുന്നു. നികുതി ഭാരം കൂടുതലാണ് എന്ന് പറയുന്നു, ഒരു 2.0 വേണമെന്ന് പറയുന്നു. അപ്പോൾ അതിനെ വിമർശിക്കുകയും അത് രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയുകയും ചെയ്യുന്ന BJP പിന്നീട് അല്പകാലത്തിനു ശേഷം അത് തിരുത്തുമ്പോൾ അത് നേട്ടമായി പറയുന്നത് എന്തുകൊണ്ടാണ്? ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ച പ്രതിപക്ഷത്തിന്റെ അതേ വിമർശനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ ഈ തിരുത്തൽ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വേണ്ടേ? ഇന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് അതല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇത് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ആ പ്രതിപക്ഷം എപ്പോൾ എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ ഈ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു നികുതി പരിഷ്കരണം ഉണ്ടായിരിക്കുന്നു. ഇവിടെ പൊതുജനങ്ങൾക്കും അതുപോലെ മിഡിൽ ക്ലാസ്സിനും വളരെയധികം ഗുണമുള്ള കാര്യം. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മിഡിൽ ക്ലാസിന്റെ ആ ക്വാണ്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയിലെയും യൂറോപ്പിലെയൊക്കെ ടോട്ടൽ ജനസംഖ്യയെക്കാട്ടി കൂടുതലുണ്ടാവും. ആ മിഡിൽ ക്ലാസ് ആണ് ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. അവരുടെ കയ്യിൽ വരുന്ന പണവും അവരുടെ കൈകളിൽ കൂടെ മറിഞ്ഞു പോകുന്ന സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പണവുമാണ് നമ്മുടെ എക്കണോമിയെ വൈബ്രന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിഭാഗത്തിന് നല്ല ബെനിഫിറ്റ് കിട്ടേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. അതിന്റെ ഒരു ചൂടായിരുന്നു ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, ഇൻകം ടാക്സിന്റെ സ്ലാബ് ഉയർത്തിയത് 1 ലക്ഷമാക്കി 12 ലക്ഷമാക്കി ഉയർത്തിയത്. ഇതതിന്റെ മറ്റൊരു ഘട്ടമാണിത്. നമ്മൾ അതിന്റെ ഗുണങ്ങൾ നോക്കുന്നേ. ഇനിയിപ്പം അതല്ലേ നമ്മൾ കാണേണ്ടത്. പിന്നെ ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല.
ഇപ്പം ഇതിൻ്റെ അകത്ത് 4 സ്ലാബ്, ഈ 4 സ്ലാബിൻ്റെ അകത്ത് ഏതൊക്കെ മാറ്റം, അത് നമ്മൾ അനുഭവത്തിൽ കൂടെ പഠിക്കേണ്ട കാര്യങ്ങളാണത്. ആ പഠിച്ചതിന് ശേഷമേ അത് മാറ്റാൻ കഴിയൂ. ഇപ്പൊ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ചെലവൊന്നുമില്ല, വെറുതെ ഇരുന്ന് പറഞ്ഞാൽ. അല്ല, പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, അല്ല ഞാൻ എനിക്ക് അപ്പോഴും വീണ്ടും ഒരു ചോദ്യം വരുന്നത്, അത് പറയുമ്പോൾ പ്രതിപക്ഷം എന്തും പറയട്ടെ എന്ന് പറയുമ്പോൾ ഏകീകൃത നികുതി വ്യവസ്ഥയെ പല സ്ലാബുകളാക്കി മാറ്റി. അങ്ങനെ ഒരു രാജ്യം ഒരു നികുതി എന്നുള്ളൊരു മുദ്രാവാക്യം അത് വെറും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ് എന്ന രീതിയിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഇത് 2 സ്ലാബ് എന്ന് പറയുന്നിടത്തൊക്കെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അത് ഒരു വലിയ വിഷയമാണ്. അത് രാഷ്ട്രീയമാണ്, അത് സാമ്പത്തികമല്ല. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ കേരളത്തിന് പുറത്തു നിന്നോ ഒരു കൺസൈൻമെന്റ് ഈ കേരളത്തിൽ എത്താൻ, നമ്മളൊക്കെ ഇപ്പൊ കോഴിക്കോട് തിരുവനന്തപുരം എത്താൻ എത്ര സമയമെടുക്കുമായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സാധനം വന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ ഒരു 3-4 ദിവസം അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ ഇൻവോയ്സിലോ അതിന്റെ എല്ലാറിലോ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തുകൊണ്ട് ഇവർ ഇവിടുത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അത് ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വാളയാറിന് കെട്ടിയെടുത്ത് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് അവർക്ക് 5,000-10,000 രൂപ കൈക്കൂലി കൊടുക്കണം. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന നികുതി ഭീകരതയാണ്. നികുതി ഭീകരത ഇതാണ് ഒരൊറ്റ ദിവസം ഈ ഒരു GST കൂടെ അത് ഇല്ലാതായത്. ഈ GST എന്നോ വരേണ്ടതാണ്. ഈ കോൺഗ്രസിന് വലിയ വൻ ഭീകര ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് നിഷ്പ്രയാസം നടപ്പാക്കാവുന്ന കാര്യമായിരുന്നു. എന്തേ ഇവരിത് ചെയ്തില്ല സമയത്ത്? അവരത് ചെയ്യാതിരുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ നരേന്ദ്രമോദിക്ക് അത് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഇത് ഒരു പരിഷ്കരണം, ഒരു സിസ്റ്റം ചേഞ്ച് ഉണ്ടാകുമ്പോൾ വിമർശിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് എന്തും പറയാം, പ്രതിപക്ഷം അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് അവർക്ക് പല കാര്യങ്ങളും ആലോചിച്ചേ പറ്റുള്ളൂ, പല ട്രയൽ ആൻഡ് എറർ നടത്തിയേ പറ്റുള്ളൂ, പല അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ 8 വർഷം കൊണ്ട് ഇപ്പൊ ഇത് ഇവിടെയും അവസാനിക്കുന്നില്ല. പറഞ്ഞ ഇതേപോലെ ഇങ്ങനെയുള്ള ഒരു ഫ്ലോറിൽ ഇരുന്ന് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഇപ്പം മദ്യവും പെട്രോളിയവും ചിലപ്പോൾ GST ഉൾപ്പെടുത്തിയെന്ന് വരും. അപ്പോ ഇത് ചോദിക്കുന്നത് അന്നേ അത് ഉൾപ്പെടുത്താമായിരുന്നില്ലേ? അങ്ങനെ എത്ര കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, അതെന്തുകൊണ്ടാണ് ഇപ്പൊ നടത്തുന്നത് എന്ന് പറയുന്ന മാതിരിയേ ഉള്ളൂ. ഇത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ചെലവും ഇല്ല, അവർക്കൊന്നും ആലോചിക്കണ്ട, അവർക്ക് മുൻപിൻ നോക്കേണ്ട കാര്യമില്ല, പറഞ്ഞാൽ മാത്രം മതി. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും പല കാര്യങ്ങൾ വിലയിരുത്തിയും മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ പ്രൊഫസർ എസ് മോഹനകുമാർ, ഇത് GST നടപ്പിലാക്കിയതിനു ശേഷം ഗബ്ബർ സിംഗ് ടാക്സ് ആണ് എന്നാണ് പ്രതിപക്ഷം അടക്കം ആരോപിച്ചത്. ഇപ്പം അതേ GSTയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് നല്ലതാണെന്ന് പറയുക, ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുക. ഇനി ഈ വരുത്തിയ മാറ്റങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇതൊരു വൈകിയ തീരുമാനമാണ്, ഇത് ഒരു നിലപാടില്ലായ്മയാണ് എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെയുണ്ട്. അങ്ങനെ ഈ വിഷയത്തെ കാണണോ? ഇതൊരു 2.0 അല്ല 1.5 ആണ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ട്, ഓപ്പോസിഷന്റെ ഒരു നിലപാടുണ്ട്. അതിനെ അനുകൂലിക്കുന്നു? നോക്കൂ, ഇവിടെ ഇപ്പോ നികുതി ഘടനയിൽ മാറ്റങ്ങൾ വരിക, നികുതി നിരക്ക് കുറയ്ക്കുക, ഇതെല്ലാം നമ്മൾ എപ്പോഴും അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കുമൊക്കെ ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ നേരിട്ടല്ല GST പിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്ന് 100 രൂപ GST പിരിക്കുമ്പോൾ 50 രൂപ ആ GST വിഹിതത്തിൽ കേരളത്തിനാണ് കിട്ടുന്നത്. ഇതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഇതിനെന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം, ഇപ്പോ GST